വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്നേഹം അഹങ്കാരമുള്ളതല്ല എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 13:4 സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. ഒരു വ്യക്തി തന്നെക്കുറിച്ച് അമിതമായി ചിന്തിക്കുമ്പോഴാണ് അഹങ്കാരം ഉണ്ടാകുന്നത്. അറിവ് ചീർത്തതാണെന്ന് 1 കൊരിന്ത്യർ 8:1 കാണപ്പെടുന്നു. ജഡീക ചിന്ത അഹങ്കാരത്തിന് കാരണമാകുന്നു. ബൈബിൾ പറയുന്നു, നാശത്തിനു മുൻപേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു. ഇത് സദൃശവാക്യങ്ങൾ 18:12 കാണപ്പെടുന്നു. വില്യം കേറിയുടെ എളിമയുള്ള സ്നേഹം നിറഞ്ഞ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം എന്റെ ഹൃദയം ആഴത്തിൽ സ്പർശിക്കപ്പെടുന്നു. ചെരുപ്പുകുത്തിയായി ജീവിതം ആരംഭിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം ദൈവത്തിന്റെ ഒരു വിശിഷ്ടദാസനായി മാറി. ഒരു മിഷണറി, ത്യാഗിയായ മനുഷ്യൻ, ദിവ്യ സ്നേഹം നിറഞ്ഞവൻ. കർത്താവിനോടുള്ള ആഴമായ സ്നേഹം നിമിത്തം അദ്ദേഹം ഇന്ത്യൻ ഭാഷകൾ പഠിക്കുകയും ബൈബിളിന്റെ ഭാഗങ്ങൾ 34 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും അറിവും സ്ഥിരോത്സാഹവും ശ്രദ്ധേയമായിരുന്നു. വില്യം കേറി വ്യാപകമായി അറിയപ്പെടുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിൽ പങ്കാളിയാകുകയും ചെയ്തപ്പോൾ ഒരിക്കൽ ഒരു പൊതുയോഗത്തിനിടെ ഒരാൾ അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചു. മറ്റുള്ളവരുടെ മുൻപിൽ അദ്ദേഹം പരിഹാസത്തോടെ പറഞ്ഞു, മിസ്റ്റർ കേറി, നിങ്ങൾ ഒരിക്കൽ ഒരു ഷൂ നിർമ്മാതാവായിരുന്നില്ലേ? കേറി എഴുന്നേറ്റ് നിന്ന് വളരെ വിനയത്തോടെ മറുപടി പറഞ്ഞു, സാർ, നിങ്ങൾ എന്നെ ഒരു ഷൂ നിർമ്മാതാവ് എന്ന് ദയയോടെ വിളിച്ചു. ഞാനൊരു ഷൂ നിർമ്മാതാവായിരുന്നില്ല. കീറിയ ഷൂ നന്നാക്കുന്ന ഒരു ചെരുപ്പുകുത്തി മാത്രമായിരുന്നു ഞാൻ. കർത്താവിന് വേണ്ടി അപമാനം അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ദിവ്യ സ്നേഹം അങ്ങനെയായിരുന്നു. അതെ, സ്നേഹം അഭിമാനകരമല്ല. അതുപോലെ അഹങ്കാരമില്ലാതെ അനുതാപത്തിന്റെ കണ്ണുനീരോടെ നാം അവനിലേക്ക് മടങ്ങണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ ആ വഴി വരുമ്പോൾ അവൻ ഉടൻ തന്നെ നമ്മെ ആലിംഗനം ചെയ്യുന്നു, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നു, നമ്മുടെ എല്ലാ പാപങ്ങളും അകൃത്യങ്ങളും ക്ഷമിക്കുകയും മറയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ തന്റെ സ്നേഹം നമ്മിൽ ചൊരിയുന്നു. അവന്റെ സ്നേഹം എത്ര മധുരമാണ്! ധൂർത്തപുത്രൻ പശ്ചാത്താപത്തോടെ തിരിച്ചെത്തിയപ്പോൾ സ്നേഹനിധിയായ പിതാവ് എന്താണ് ചെയ്തത്? അവൻ ദൂരെ ആയിരിക്കുമ്പോൾ തന്നെ തന്റെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. ഇത് ലൂക്കോസ് 15:20 കാണപ്പെടുന്നു. മകൻ ക്ഷമ ചോദിച്ച് തീരുന്നതുവരെ പിതാവിന് കാത്തിരിക്കാനായില്ല. അനുതാപത്തിന്റെ ആ നിമിഷം സങ്കല്പിക്കുക. നിങ്ങൾ കണ്ണുനീരോടെ കർത്താവിങ്കിലേക്ക് മടങ്ങുമ്പോൾ അവൻ നിങ്ങളെ ആർദ്രമായ സ്നേഹത്തോടെ സ്വീകരിക്കും. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് സ്നേഹവാനാണ്. അവൻ നമ്മുടെ സ്നേഹത്തിനായി കൊതിക്കുന്നു. നാം അവനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ സ്നേഹം തേടി ആരുടെ അടുത്തേക്കാണ് പോകുന്നത്? അവൻ നമ്മെ സ്നേഹത്തിൽ സൃഷ്ടിച്ചു. വലിയ സ്നേഹത്തോടെ അവൻ നമുക്ക് വേണ്ടി തന്റെ ജീവൻ നൽകി. ഒരു സ്നേഹവും ഒരിക്കലും അവന്റെ സ്നേഹത്തിന് തുല്യമാകില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 കൊരിന്ത്യർ 8:1 വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ, നമുക്കെല്ലാവർക്കും അറിവുണ്ടെന്ന് നമുക്കറിയാം. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ ന്യായാധിപന്മാർ 1, 2, 3 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 4 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.